Hi children, this is your political science class. Today we are discussing the 7th chapter, Understanding Marginalization. Understanding Marginalization. Who are marginalized people in society? ഒരു സമൂഹത്തിലെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാർ അവരെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. And the chapter says about the Adivasis and the Muslim minorities. രണ്ട് വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആദിവാസീസ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മുസ്ലിം മൈനോറിറ്റി. മൈനോറിറ്റി മീൻസ് ഫ്യൂ പീപ്പിൾ, കുറച്ച് ആൾക്കാരുള്ളപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, അവരെ മൈനോറിറ്റി പീപ്പിൾ എന്ന് പറയാം. അപ്പോൾ അവർ കൗണ്ടബിൾ ആണ്, അതായത് കുറച്ചാണ്, സമൂഹത്തിൽ ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടും കുറവാണ് അവരുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ വാസ് ആദിവാസീസ്. ദേ വർ മാർജിനലൈസ്ഡ് പീപ്പിൾ. എന്താ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, എന്താ മാർജിൻ എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ നമ്മൾ മാർജിൻ വരയ്ക്കും അല്ലേ. ഇറ്റ് വാസ് ഇൻ ദ സൈഡ്, ഒരു ചെറിയൊരു സൈഡിലാക്കിയാണ് നമ്മൾ മാർജിൻ വരയ്ക്കുന്നത്. സെൻറ്ററിലാണോ നമ്മൾ മാർജിൻ വരയ്ക്കുക? അല്ല, വി ആർ ഡ്രോ ആ മാർജിൻ ഇൻ ദ സൈഡ് ഓഫ് ദ പേജ്. അപ്പം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, മാർജിനലൈസ്ഡ് പീപ്പിൾ. അതായത് ദേ ആർ നോട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റീൻ്റെ നടുവിൽ അവരില്ല, ഒരു കേന്ദ്രമല്ല അവർ. ദേ ആർ മാർജിനലൈസ്ഡ്. അവരെ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് അവർ. So we are discussing about Adivasis and Muslims in this chapter. So take your textbook and page number 80. What does it mean to be socially marginalized? എന്താണ് socially marginalized പറഞ്ഞാൽ എന്താണ് നോക്കാം. To be marginalized is to be forced to occupy the side or fringes of, thus not be at the center of things. എല്ലാ സാധനത്തിനും മാറ്റി നിർത്തപ്പെട്ട ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെട്ട. This is something that some of you have probably experienced in the classroom or playground. അല്ലേ, നമ്മുടെ ക്ലാസ് എടുത്ത് നോക്കിയാലും ചിലപ്പോൾ മാർജിനലൈസ്ഡ് ഇതേപോലെയുള്ള കുറച്ച് കുട്ടികളെ കാണാം. അവർ ആദിവാസികളാണെന്നല്ല പറഞ്ഞത്, they were not active. അവർ കുറേ ആക്റ്റീവ് ആയിരിക്കില്ല, അവരൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കില്ല. അവരെപ്പോഴും എന്തായിരിക്കും, ഒഴിഞ്ഞു നിൽക്കും, മാറി നിൽക്കും, ഒരു ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാവും. If you are not like most people in your class, that is if your taste in music or films is different അല്ലേ. ഇപ്പോൾ ഒരേ പിയർ ഗ്രൂപ്പ്സ് ആകുമ്പോൾ, ഒരേ ഏജ് ഗ്രൂപ്പ്സ് ആകുമ്പം അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ ചില സമയത്ത് ചില ആൾക്കാർ മാത്രം എന്തായിരിക്കും, അവരുടെ ടേസ്റ്റ് ഒക്കെ വേറെ തന്നെ ഒരു ലെവലായിരിക്കും. അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. സോ ദേ വർ സിറ്റ് അസൈഡ് ഇൻ ദ ക്ലാസ് റൂം. സോ ദേ ആർ മാർജിനലൈസ്ഡ്. Taste and music in film is different. If your accent marks you out from others, if you are less chatty than others in your class, ചിലപ്പോൾ എങ്ങനെയായിരിക്കും, മറ്റുള്ളവർ സംസാരിക്കുന്ന അത്ര നമുക്ക് സംസാരിച്ച ഒരാളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്വഭാവമായിരിക്കില്ല ആ ഒരു കുട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്താക്കും, സ്വാഭാവികമായും നമ്മൾ ഒരു സൈഡിലേക്ക് മാറി നിൽക്കേണ്ടി വരും. ഇഫ് യു ഡോണ്ട് പ്ലേ ദ സെയിം സ്പോർട്ട് ദാറ്റ് മെനി ഓഫ് യുവർ classmates like, if you are dressed differently, the chances are not you will not be considered to be in by your peers. Peers means the people in the same age group. So often you end up feeling that you are not with it, as if you want what you say, feel and think and how you act are not quite right to acceptable to others. As in the classroom, in the social environment too, groups of people or community may have the experience of being excluded. Their marginalization can be because they speak a different language. എങ്ങനെയാണ് ആദിവാസീസ് ആ കമ്മ്യൂണിറ്റി എന്ന് അവർ എങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? they speak different language, follow different customs. അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ്, ആചാരങ്ങളെല്ലാം വേറെ ആയിരിക്കും. or belongs to a different religious group from the majority community. ആ majority കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാ? because they speak different language, follow different customs and believe in different religion. They also feel marginalized because they are poor, considered to be low social status and viewed as being less human than others. അപ്പോൾ അവരെങ്ങനെയാണ്, അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് കുറവായിരിക്കും. and considered to be they are poor, പാവപ്പെട്ടവരാണ്. Sometimes marginalized groups are viewed with hostility and fear. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ അവർക്കൊരു ഫിയർ ആയിരിക്കും.
This sense of difference and exclusion leads to communities not having access to resources and opportunities and in their inability to assert their rights. They experience a sense of disadvantage and powerless, more powerful and dominant sections of society who own lands, are wealthy. ആരുമായിട്ടാണ് ഇങ്ങനത്തെ ഗിൽറ്റി ഫീലിങ്സ് ഉള്ളത്? who own land, ഭൂ ഉടമകൾ, ആൻഡ് വെൽത്തി, റിച്ച് ആയിട്ടുള്ള പീപ്പിൾ, ബെറ്റർ എഡ്യൂക്കേറ്റഡ്, അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, അതർ പീപ്പിൾ ആർ മോർ എഡ്യൂക്കേറ്റഡ്, ആൻഡ് പൊളിറ്റിക്കലി പവർഫുൾ, അല്ലെങ്കിൽ അവർ പൊളിറ്റിക്കലി പവർഫുള്ളാണ്. ദസ് marginalization is seldom experienced in one sphere. Economic, social and cultural political factors work together to make certain groups in the society feel marginalized. അപ്പം എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവും, പുവർ ആൻഡ് റിച്ച്, സോഷ്യലി according to their status or the customs, culturally they are what customs they are following, and politically powerful and less powerful. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? they feel they are marginalized. In this chapter you will read about two communities that are considered to be socially marginalized in India today. ഈ ഒരവസരത്തിൽ ഇന്ത്യയിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട രണ്ട് കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അവിടെ ഒരു സ്റ്റോറി ഉണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കുക. പേജ് നമ്പർ 81 and 82. വി ആർ ഗോയിങ് ഹു ആർ ആദിവാസീസ്. ഇനി ആരാണ് ആദിവാസികൾ? ആദിവാസീസ്, ദ ടേം ലിറ്ററലി മീൻസ് ഒറിജിനൽ ഇൻഹാബിറ്റൻസ്. അവിടെ താമസിക്കുന്ന ഇൻഹാബിറ്റൻസ്, ഒറിജിനൽ ഇൻഹാബിറ്റൻസ്. ആ ലിറ്ററലി മീൻ എന്താണ്? ആദ്യമേ, ആദിവാസി, വാസം, inhabitants. So it is original inhabitants. Are communities who lived and often continue to live in close association with forest. അപ്പോൾ അവരെന്തുമായിട്ട് ക്ലോസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? ദേ ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഫോറസ്റ്റ്. നമ്മൾ ട്രൈബൽ ഡൈക്കൂസ് മറ്റു നമ്മളൊരു ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? അവർ ഫോറസ്റ്റിലായിരുന്നു, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആയിരുന്നു അവരുടെ മെയിൻ ജോബ്. പിന്നെ നൊമാഡ്സ് ആയിരുന്നു അല്ലേ, ഹണ്ടർ ആൻഡ് ഗാദറേഴ്സ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. So they are closely associated with forest. Around 8% of India's population is Adivasi, and many of India's most important mining and industrial centers are located in Adivasi areas. Jamshedpur, Rourkela, Bokaro and Bhilai among others. Adivasis are not a homogeneous population. ഇനി ആദിവാസികൾ എന്ന് പറഞ്ഞിട്ടെങ്കിൽ എല്ലാവരും ഒരേപോലെയല്ല. They are different. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റും, അവരുടെ കൾച്ചറും അവരുടെ റിച്വൽസ് എല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആണ്. Adivasis are not a homogeneous population. There are over 500 different Adivasi groups in India. Adivasis are particularly numerous in states like Chhattisgarh, Jharkhand, Madhya Pradesh, Odisha, Gujarat, Maharashtra, Rajasthan, Andhra Pradesh, West Bengal, and in the northeastern states of Arunachal Pradesh, Assam, Manipur, Meghalaya, Mizoram, Nagaland and Tripura. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലേ, 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെല്ലാം കൂടുതലും ആരാളുള്ളത്? ഇങ്ങനെയുള്ള ട്രൈബൽ പീപ്പിൾസ് ആണുള്ളത്. A state like Odisha is home to more than 60 different tribal groups. അപ്പോൾ ഒഡീഷ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ 60 ഡിഫറെൻറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവർ എന്താണെന്ന് പറഞ്ഞത്? ഹോമോജീനിയസ് അല്ല, ഒരേപോലെയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ആദിവാസി സൊസൈറ്റീസ് ആർ ഓൾസോ മോസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് ബിക്കോസ് ദർ ഈസ് ഓഫൻ വെരി ലിറ്റിൽ ഹൈറാർക്കി എമംഗ് ദം. ഇനി ആ ഗ്രൂപ്പിൽ അവർക്കൊരു ഹൈറാർക്കി ഒന്നുമില്ല. മറ്റുള്ള ആൾക്കാരുടെ അപേക്ഷിച്ച് അവരുടെ ആ 60 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ അവർ തമ്മിൽ ഒരു ഹൈറാർക്കി, ഒരു പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഇല്ല. ദിസ് മേക്ക് ദം റാഡിക്കലി ഡിഫറെൻറ്റ് ഫ്രം കമ്മ്യൂണിറ്റീസ് ഓർഗനൈസ്ഡ് അറൗണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ജാതി വർണ്ണ ഓർ ദോസ് ദാറ്റ് വർ റൂൾഡ് ബൈ കിങ്സ്. അതായത് ഇന്ത്യൻ മറ്റ് സമൂഹങ്ങളുള്ളതുപോലെ ഒരു ജാതി വ്യവസ്ഥയോ ഒരു വർണ്ണ വ്യവസ്ഥയോ ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പായിരുന്നു ആദിവാസീസ്. അപ്പോൾ അവർ തമ്മിലൊരു ഹൈറാർക്കിയൊന്നും ഉണ്ടായിരുന്നില്ല മറ്റ് ഇന്ത്യൻ സോഷ്യൽ ഒരു ഗ്രൂപ്പ്സിനെ സംബന്ധിച്ച് അല്ലേ. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, റിലീജിയസ് ആയിട്ട് കുറേ ബിലീഫ് ഉള്ളതും റിച്വൽസ് ഉള്ളതും ആൻഡ് ദർ ഈസ് ഓൾസോ അൺടച്ചബിലിറ്റി ഒക്കെ പ്രിവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ്.
അല്ല ഒരു കൺട്രിയാണ്, ഒരു സ്റ്റേറ്റും ഉണ്ട് നമ്മുടെ കേരളത്തിനെ നോക്കുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു ഹയറാർക്കി ഒന്നും എവിടെ ഉണ്ടായിരുന്നില്ല? ആദിവാസി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല. Adivasis practice a range of tribal religions that are different from Islam, Muslim and Hinduism and Christianity. ഇസ്ലാമിസത്തിനോ ക്രിസ്ത്യാനിറ്റിനോ ഹിന്ദുയിസത്തിനോ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പായിരുന്നു. ദോസ് ഓഫൺ ഇൻവോൾവ് ദ വേർഷിപ്പ് ഓഫ് ആൻസിസ്റ്റേഴ്സ്, വില്ലേജ് ആൻഡ് നേച്ചർ സ്പിരിറ്റ്. അവർ നേച്ചർ സ്പിരിറ്റ്സിനെയായിരുന്നു അവർ കൂടുതലായിട്ട്, അതായത് പ്രകൃതിയെയാണ് അവർ കൂടുതലായിട്ട് എന്താക്കുന്നത് ആരാധിച്ചിരുന്നത്. ദ ലാസ്റ്റ് associated with the and residing in various sites in landscape, mountain spirit, river spirit, animal spirit etc. അപ്പം ആനിമൽസിനെയും റിവേഴ്സിനെയും മൗണ്ടെയ്ൻസിനെയൊക്കെയാണ് അവർ സ്പിരിറ്റായിട്ട് അവർ വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The village spirits are often worshipped at specific sacred grounds within the village boundary, while ancestral ones are usually worshipped at home. Additionally, Adivasis have always been influenced by different surrounding religions like Shakta, Buddhist, Vaishnava, Bhakti and Christianity. Simultaneously, Adivasi religions themselves have influenced dominant religions in empire around them. For example, the Jagannath cult of Odisha and Shakti and Tratic traditions in Bengal and Assam. So today we are discussed who are Adivasis. Adivasis literally mean original inhabitants and what's the system of their worship. So that's all for today. We can see in the next class. Thank you.